മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദൈവാനുഗ്രഹത്തിൻ്റെ ഈ ദിവസം യോസേപ്പ് പിതാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയമാണ്. ക്രിസ്തുവിൻ്റെ മുമ്പിൽ മിഴിവിളക്കും നമുക്ക് മുമ്പിൽ വഴിവിളക്കുമായ വിശുദ്ധ യോസേപ്പ് പിതാവിന് ഒരുപക്ഷെ മറ്റേത് വിശുദ്ധനേക്കാളും കൂടുതലായി അടുത്തറിയുന്നതും ഒത്തിരി അനുഭവങ്ങളുള്ളതും ഈ വിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിലാണ്. അതിനൊരു കാരണം, നമ്മൾ ഏത് ദേവാലയത്തിൽ പോയാലും അവിടെ എല്ലാ ദേവാലയങ്ങളിലും കാണുന്ന രണ്ട് തിരുസ്വരൂപങ്ങളാണ് ഔസേപ്പ് പിതാവിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും. അങ്ങനെ ഒത്തിരി ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന ഈ പുണ്യവാത്മാവിനെ കുറിച്ച് നമ്മൾ 3 കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ജീവിതത്തിൻ്റെ വ്യഗ്രതകളുടെ നടുവിലും ശാന്തത കൈവെടിയാതെ ജീവിച്ച ഒരു ജീവിതമാണ് യോസേപ്പ് പിതാവിന്. നമുക്കറിയാം, ഇന്ന് ഏകദേശം 1.5 വർഷമായി ലോകം മുഴുവൻ കൊറോണ വ്യാപനമായി മാറിക്കൊണ്ടിരിക്കുന്നു, വീണ്ടും വരുന്നു. അങ്ങനെ ഒത്തിരി അതുമായി ബന്ധപ്പെട്ട് പല ആകുലതകളും അസ്വസ്ഥതകളും രോഗപീഠകൾ വന്നു, സാമ്പത്തിക പ്രതിസന്ധികൾ വന്നു, ജോലി നഷ്ടങ്ങൾ വന്നു, വീട്ടിലൊക്കെ അടച്ചിരുന്ന് ഒരുപാട് മാനസികമായും ശാരീരികമായും അസ്വസ്ഥതകളൊക്കെ വന്നൊരു കാലഘട്ടമാണ്. പക്ഷെ അതിനേക്കാളും ഏറ്റവും വലിയ വെല്ലുവിളി കൊറോണയൊന്നുമല്ല. ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനവും ശാന്തതയും സന്തോഷമില്ല എന്നുള്ളതാണ്. ഈ കൊറോണയേക്കാൾ ഏറ്റവും വലിയ വെല്ലുവിളി അവിടെയാണ്. യോസേപ്പ് പിതാവെന്ന ജീവിതത്തിൻ്റെ ഈ ധന്യത മനസ്സിലാക്കുക. ജീവിതത്തിൻ്റെ നെരിപ്പോട് അനുഭവങ്ങളിൽ പോലും ശാന്തത ഹൃദയത്തിൻ്റെയും മുഖത്തിൻ്റെയും ജീവിത മുദ്രയാക്കിയ ഈ പുണ്യാത്മാവ് നമ്മളോട് പറയും. ശാന്തത എന്നൊക്കെ പറയാനും അത് കേൾക്കാനും ഒക്കെ നല്ല സുഖമാണ്. പക്ഷേ പലപ്പോഴും ജീവിതത്തിലേക്ക് ഈ ശാന്തത എന്ന പുണ്യം പകർത്തി എഴുതാൻ ഒരുപാട് പാടുപെടുന്നവരുടെ കാലഘട്ടമാണ്. അങ്ങനെയുള്ള സമയത്ത് ജീവിതം മുഴുവൻ ശാന്തതയിൽ നിറഞ്ഞ ഈ ദിവ്യാത്മാവിനോട് പ്രാർത്ഥിക്കാം. പ്രക്ഷുബ്ധമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ലോകം മുഴുവനും ഞങ്ങളുടെ കുടുംബങ്ങളും കാലഘട്ടമൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളിലും അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുമ്പോൾ ശാന്തത എന്ന പുണ്യം എൻ്റെ ഹൃദയത്തിൻ്റെയും എൻ്റെ ജീവിതത്തിൻ്റെയും മുഖമുദ്രയാക്കാൻ യോസേപ്പ് പിതാവേ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്.